വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല കേട്ടോ. സംഭവം നമ്മളോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ഒരു 3-4 സ്റ്റുഡൻസിനെ വിളിച്ചിട്ട് 3-4 പേഷ്യൻസിൻ്റെ സ്കാനിങ്ങിന് വിട്ടിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടോ. അപ്പോൾ എന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ സ്കാനിങ്ങിന് വിട്ടു. അപ്പം ബെഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കും. എനിക്കൊന്ന് 8 മണിക്കെന്ന് വന്നതാണ്. സമയം 10 മണിയായി. പേഷ്യൻറ്റിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ടൈം എടുക്കും. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ പോയി ക്യാൻറ്റീൻ കണ്ടുപിടിക്കണം. എന്ത് ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ സിസ്റ്ററുണ്ട് കൂടെ. അപ്പം എന്നാലും നമുക്ക് ഒന്ന് അറിയണമല്ലോ, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വിട്ടേ കേട്ടോ. അപ്പം മുടിയൊക്കെ ഞാൻ അഴിച്ചിട്ടുണ്ട്. ഇവിടെ അഴിച്ചിട്ടത് എനിക്കിങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഴിച്ച കേട്ടോ, അല്ലാണ്ട് അഴിച്ചല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കൂടില്ല, കാരണം ഞാൻ അറ്റൻഡറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ ഇങ്ങോട്ട് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാനവിടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ താഴെ പോയി ഒരു കോഫിയും 3-4 ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കയറി പോയിട്ട് ഇരുന്നിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി വിശന്നിരുന്നത് ഞാൻ ആംബുലൻസിനകത്താണ്. അപ്പം 1 മണിക്കൂറോളം ട്രാവലുണ്ട്. അപ്പം നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു കട കണ്ടുപിടിച്ചിട്ട് പോയി പബ്സും പെപ്സിയും കഴിച്ചിട്ട്, ഒരു ചിക്കൻ പപ്സും ഒരു പെപ്സിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഗൈസ്, അപ്പോൾ ഇന്ന് ഫുള്ള് ശോകമൂകമായ ദിവസമായിരുന്നു. കാരണം ഫുള്ള് പോസ്റ്റ് അടിച്ചൊരു ദിവസമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കാനിങ്ങിന് പോയിട്ട് നമ്മൾ വന്നപ്പോൾ 1 മണിയായിട്ടോ. വന്നപ്പോഴാണ് പറഞ്ഞത് 1 മണിക്ക് ശേഷം. ഒരു മിനിറ്റ്, നമ്മുടെ ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് താഴെ ഇറങ്ങി വരുമ്പോൾ ഒരു സമയം. അപ്പം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം, അതായത് 6 മണി വരെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റാണ്. കാരണം നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ആകെ അറിയാമെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് ഞാൻ റൂമിൽ പോയിട്ട് സംസാരിക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ പണി നമുക്കിങ്ങനെ അറിയത്തില്ലല്ലോ. ഒന്നാമത് നമ്മളിപ്പം ജസ്റ്റ് കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സംഭവം അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ നമുക്കിങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് പണി നമ്മളെല്ലാം കണ്ട് പഠിക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇനി ചില സാറ്റർഡേയ്സിലൊക്കെ കാണാറുള്ളൂ അങ്ങനെ നമ്മളെ വിളിക്കുന്നത്. കഴിഞ്ഞ സാറ്റർഡേ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ഇന്ന് കട്ട പോസ്റ്റ് എന്ന് വെച്ചാൽ കട്ട പോസ്റ്റായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോസ്റ്റ്. സ്കാനിങ്ങിന് പോയത് ഒടുക്കത്തെ പോസ്റ്റായിരുന്നു കേട്ടോ. കാരണം നമുക്കവിടെ എന്താ പറയുക, സിസ്റ്റർ എന്നുള്ളൊരാൾ, അതിനപ്പുറത്തേക്ക് നമുക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം അവർ അറ്റൻഡർ തന്നെ ക്യാഷ് അടയ്ക്കുക, പ്രൊസീജിയർ കാര്യങ്ങൾ നോക്കുക, നമ്മൾ ജസ്റ്റ് കൊണ്ടുപോവുക, കേസ് ഷീറ്റ് കൊടുക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് GRBS, ക്രിയാറ്റിൻ, അതിൻ്റെയൊക്കെ അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പറഞ്ഞായിരുന്നു വിട്ടേ. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്തു, അതെല്ലാം പറഞ്ഞു, സെറ്റ് ചെയ്തു. എന്നിട്ട് വന്നു. പിന്നെയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഇല്ല. 5th എന്തോ എന്നോട് ഒരു സ്റ്റാഫ് പറഞ്ഞു 5th ക്യാൻറ്റീൻ ഉണ്ടെന്ന് കേട്ടോ. ഒരു സ്റ്റാഫ് അപ്പം അയാൾ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇല്ല 5th ഇവിടെ ക്യാൻറ്റീൻ ഇതിങ്ങനെ കയറിക്കുള്ളൂ. അത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ കഴിച്ചു 5th ഇങ്ങനെ കയറിക്കുള്ളൂ. അതുപോലെ ക്യാൻറ്റീൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയിട്ട് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ പറയാൻ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അപ്പുറത്ത് അലാറം കേൾക്കുന്നത് അവിടോട്ടാണ് ശ്രദ്ധ പോകുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, കോഫി ഷോപ്പുണ്ട്. അതല്ലാതെ അവിടെ വേറെ ഹോട്ടലോ കാര്യങ്ങളോ ക്യാൻറ്റീനോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ കോഫിക്ക് 30 രൂപ, പിന്നെ ഒരു ബിസ്ക്കറ്റ് 5 രൂപ. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല അത്. അപ്പം ഞാൻ വിചാരിച്ചെന്നെങ്കിൽ അത് വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അത് വാങ്ങി കഴിച്ചു കേട്ടോ. 4 ബിസ്ക്കറ്റും ഒരു കോഫിയും കുടിച്ചിട്ട് എനിക്ക് വിശന്നിട്ടായിരുന്നു. കോഫി തീരെ കുളത്തില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കോഫി. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് വിശക്കുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വിശക്കും, എനിക്ക് നല്ല വിശക്കും. കാരണം എനിക്കിങ്ങനെ രാവിലെ
കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വിശപ്പ് ചത്തങ്ങ് പൊക്കോളും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. പിന്നെ നമ്മൾ അവിടെ നിൽക്കുമല്ലേ, നമുക്ക് ഈ എന്തെങ്കിലും ഒന്നാമത് ആംബുലൻസിനകത്തൊക്കെ വന്നേ. അപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കാണ് 1 hour ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട്. അപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. പിന്നെ ഫുഡും കൂടെ കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇടങ്ങേറാവും, കാരണം എപ്പോൾ തീരുമെന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇടങ്ങേറാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഞാൻ പോയി ഫുഡ് വേറെ എവിടെ തപ്പി ഇറങ്ങാം, എന്തായാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ, നമ്മളിങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഹോട്ടലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ഹോട്ടൽ ഓർ ക്യാൻറ്റീൻ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ നടന്ന് അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ഹോട്ടലൊന്നും കണ്ടില്ല. ഒരു ഷവർമാക്കട കണ്ടു, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കുമായിരുന്നു, ഓപ്പൺ ആയില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു പബ്സ്, മോമോസ് അങ്ങനെയുള്ള ഐറ്റംസ് വിൽക്കുന്നൊരു കടയാണ് കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ കയറി ഒരു ചിക്കൻ പബ്സും കഴിച്ചു, ഒരു കൊക്കക്കോളയും കുടിച്ചു. അതാണ് ഞാൻ കാണിച്ചത് നിങ്ങളെ. എന്നിട്ട് ഞാൻ ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 1 മണിയായി ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. 12 മണിയായപ്പോൾ കഴിഞ്ഞ് 1 മണിയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. ആംബുലൻസിലൊന്നും എടുത്തില്ല, കാരണം പേഷ്യൻസ് ഒക്കെ ഉള്ളതല്ലേ, നമുക്കങ്ങനെ വീഡിയോ എന്നിട്ട് വേണം എനിക്ക് വൈകിക്കുന്നത്. കാരണം അതുകൊണ്ട് അത് ശരിയല്ലല്ലോ, അവർ ഇരിക്കല്ലേ ആംബുലൻസല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ 1 മണിയായപ്പോൾ വന്നു. അപ്പോഴത്തേക്ക് ഫുഡൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഹോസ്റ്റലിലേക്ക് വന്നില്ല, അവിടെ ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. നല്ല ഹോസ്റ്റലിലെ വാർഡനൊക്കെ വന്നു, വാർഡനും ഹസ്ബൻഡൊക്കെ വന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല സംഭവം. അപ്പം നമുക്ക് നമ്മുടെ കാര്യം പറയാം. എന്തായാലും പറഞ്ഞിട്ട് ഫുഡ് എന്തൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാർ, പരിപ്പ് കറി, പിന്നെ വേറെന്തോ ഒരു കറി, തൈര്, പിന്നെ പയർ പുഴുങ്ങിയത്, ഒരു ചപ്പാത്തി, ചോറ്. പിന്നെ നമുക്ക് അവിടെ ഹോസ്പിറ്റലിലെ NS മാം ഉണ്ട് കേട്ടോ, ആൾ മലയാളിയാണ്. അപ്പോൾ പുള്ളിക്കാരി ചോറും ബീട്രൂട്ട് പാവയ്ക്കയും വെണ്ടയ്ക്കയും ചിക്കൻ ഫ്രൈയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഉച്ചയ്ക്ക് എന്തോ അവിടെ ബിരിയാണിയോ അങ്ങനെ എന്തോ വാങ്ങിയപ്പോഴത്തേക്ക് അത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിഫല സമൃദ്ധമായി ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അടിപൊളി ഊണൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചു. എന്നിട്ട് വൈകിട്ടൊരു കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് താണ്ടെ ഇപ്പോൾ വന്നിരിപ്പുണ്ട്. ഇനി എനിക്ക് ഫ്രഷ് ആവണം. ഞാൻ വലിയ കാര്യത്തിൽ പെട്ടു. എനിക്കാണെങ്കിൽ കുറേ തുണിയുണ്ട് കേട്ടോ, ഒരു ബക്കറ്റ് തുണിയുണ്ട്. ഞാൻ കാരണം ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്, ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഉണ്ട്. കാരണം ഇന്നലെ മൊത്തം വെളിയിലെടുത്തിട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഞാൻ വീണ്ടും വിരിച്ചില്ല. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാൻ സമയമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ വിരിച്ചില്ല. പിന്നെ വേറെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. റൂം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കാണിച്ചില്ല കേട്ടോ, കാണിക്കാം. അപ്പം അങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുൾ എന്താ പറയുക, തുണിയും കഴുകാൻ പറ്റില്ല. ഇനിയിപ്പോൾ നാളെ കഴുകണം. നാളെ ആകുമ്പോൾ അങ്ങനെ ഇനി അത് കഴുകണം. ഇന്നിനിയിപ്പോൾ നടക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ എത്ര മണിയായി, 6:30 കണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം. രാവിലെ ഞാൻ ഫ്രഷായിട്ടാണ് പോയത്. പക്ഷെ നമ്മളിവിടെ ഹോസ്പിറ്റലല്ലേ പോയത്, നമ്മൾ കോളേജിൽ പോകുന്ന പോലെ അല്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. മാത്രമല്ല ഇവിടുത്തെ ഹോസ്പിറ്റൽ, അവിടുത്തെ ഹോസ്പിറ്റലിൽ കുറേ പോയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചുവെങ്കിൽ നമ്മൾ പേഷ്യൻസുകളിലൊക്കെ പോയത് കുറേ പോയി. കാരണം നമ്മൾ പറഞ്ഞല്ലോ, കണ്ടുപഠിക്കാൻ വേണ്ടി സിസ്റ്റർമാരുടെ പുറകിനോടൊപ്പം തന്നെയായിരുന്നു പണി. അങ്ങനെ എന്താ കണ്ടുപഠിക്കാന്ന് വെച്ചാൽ നമുക്ക് വലിയ ഡീപ്പായിട്ടൊന്നും അല്ല കേട്ടോ, ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് സിസ്റ്റർമാരുടെ ഡൗട്ട് ചോദിക്കാം. അപ്പം നമ്മൾ സ്വയം കുറച്ചൊക്കെ നമുക്ക് പഠിക്കും, കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട്. അല്ലാതെ ഡീപ്പ് എൻ്റെ ഇവിടെ ഇങ്ങനെ പൊരിഞ്ഞ് ഇളകിയൊന്നും വരും. എന്നാൽ അലർജി വന്നപ്പോൾ ശരിക്കും ഇളകിയതാട്ടോ ഇവിടെയൊക്കെ അപ്പം ഞാൻ ആ ലോഷൻ ഇടുന്നില്ല, അലർജി മാറിയില്ല. പക്ഷെ എൻ്റെ കുരു പോകുന്നില്ല കേട്ടോ. എനിക്കിനിപ്പോൾ കുറേ സത്യം ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല കേട്ടോ. സ്കിന്നിനെ കെയർ ചെയ്താലല്ലേ ഇതൊക്കെ പോവുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവമേ ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ മുഖത്ത് ഒരു സംഭവം ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുളിച്ചപ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. സംഭവം അതാണ്, കുളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഫേസ് വാഷ് ആ സമയത്ത് അതുകൊണ്ടാണ് അങ്ങിട്ട് പോകുന്നത്. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. അല്ലാണ്ട് ഇന്ന് ഞാൻ ഒന്നും ഫേസിലൊന്നും ചെയ്യണ്ട പോയത്, കാരണം ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടാണ് പോയത്.
ഒന്നും ചെയ്യണ്ട കേട്ടോ പോയി. അപ്പോൾ ഇന്നലെ ഇവിടെ കിടന്ന് മെടച്ചേൻ്റെ കേട്ടോ, ഭയങ്കര കാലുവേദനയുണ്ട്, നടുവേദനയുണ്ട്. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് പോയി. ഞാൻ നോക്കിയിട്ട് വരാം. ഫേസിലിടുന്ന കാര്യം അപ്പം ഞാൻ ഒന്നും ചെയ്യാതാട്ടോ പോയത്. കാരണം ഒരു അല്ലെങ്കിൽ തന്നെ ഇടുവാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഈ കോളേജിൽ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും, ഒരു മോയ്സ്ചറൈസർ ഇടും, ഒരു സൺസ്ക്രീം ഇടും, കഴിഞ്ഞു. ഈ വന്ന സമയത്തൊക്കെ ഞാൻ പൗഡർ ഇടുമായിരുന്നു. ഇപ്പം ഈ ഒരു അലർജി വന്നതിന് ശേഷം ഞാൻ പൗഡർ ഇടത്തില്ല. കാരണം ഇവിടെ നല്ല തണുപ്പെന്ന് വെച്ചാൽ മഴയില്ല, പക്ഷെ രാവിലെയൊക്കെ നല്ല തണുപ്പാട്ടോ. ചില സമയത്ത് നല്ല തണുപ്പ്, ചില സമയത്ത് നല്ല ചൂടുമായിരിക്കും, ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഒരു വൃത്തികെട്ട കാലാവസ്ഥ കേട്ടോ ഇവിടെ. അപ്പം പക്ഷേ നമുക്ക് ഫേസൊക്കെ ഒരുപാടില്ല, എന്നാലും എൻ്റെ ഇവിടെ മോസ്റ്റ്ലി എനിക്ക് ട്രൈ ആവുന്ന പ്ലേസസ് ആട്ടോ ഇവിടെ ഈ രണ്ടിടം, ഇവിടെ രണ്ടിടം ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഡ്രൈ ആവാറുണ്ട്. അപ്പം ഞാനങ്ങനെ പൗഡർ ഇടാറില്ല. അപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുമാതിരിക്കും, അതുകൊണ്ട് ഞാൻ പൗഡർ ഇടാറില്ല. അപ്പം റോസ് വാട്ടറൊക്കെ കുറച്ച് നാൾ മുമ്പ് ഇടുമായിരുന്നു കേട്ടോ. ഇപ്പം വന്ന് ഞാൻ ഒന്നും ഇടത്തില്ല. ഞാൻ പറഞ്ഞില്ല, മോയ്സ്ചറൈസർ, സൺസ്ക്രീം, ഐലൈനർ എഴുതുക, ലിപ് ബാം ഇടുക, പോവുക. ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഒന്നും ഇടാറില്ല ഇപ്പം ഞാൻ. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ നൈറ്റിൽ ഒരു സ്കിൻ കെയറും ചെയ്യാറില്ല. ഒരു മോയ്സ്ചറൈസർ പോലും എടുത്ത് ഫേസിലിടാം. അതിന് നല്ലതല്ലാന്ന് എനിക്കറിയാം. ഫേസ് ഒരുപാട് ഡള്ളാവുമെന്നും എനിക്കറിയാം. ഡള്ളാവാനൊന്നുമില്ല, ഫുള്ള് പിമ്പിൾസായിട്ട് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. എല്ലാം ശരിയാക്കി എടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്, നടക്കും. അപ്പം എന്താ അപ്പം ഞാൻ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. നല്ല ക്ഷീണം എന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല, കാല് വേദനിക്കുന്നുണ്ട്. അത് ഇന്നലത്തെ എൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ കണ്ടോ, ഞാൻ അവിടെ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് എൻ്റെ പെട്ടെന്ന്, അതായത് ഞാൻ ഇങ്ങനെ ഡെയിലി ഒരുങ്ങുന്ന ലിപ് ബാം സാധനമൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സാധനം വാങ്ങിക്കണം, ഒരു സ്റ്റാൻഡ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു നമ്മുടെ തലേണയുടെ സൈഡിൽ ബെഡിൽ തന്നെ ഫോൺ വെച്ചിട്ട് കിടക്കുന്നത്. അതത്ര നല്ലതല്ലല്ലോ, ഡേഞ്ചർ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബ്ലൂടൂത്ത്, ഇത് ചാർജർ ഒക്കെ ഇട്ട് വെക്കാനും ഫോൺ വെക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് നോക്കണം, അത് വാങ്ങിക്കണം, അവിടെ സെറ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമെങ്കിലും പെയിൻറ്റിൻ്റെ കാര്യമാണ്. പെയിൻറ്റ് സെയിം കളറ് അടിച്ചു, അന്നെങ്കിൽ അത് നല്ല കളറായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പെയിൻറ്റ് അടിച്ച് തരാൻ പറ്റില്ലല്ലോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടോ. കാരണം ഞാൻ അവരോട് പെയിൻ്റ് അടിക്കാൻ വന്നവരോട് ചോദിച്ചു വേറെ കളറില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. സെയിം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന കേട്ടോ, അപ്പുറത്തെ റൂമിലൊക്കെ വെച്ച് ചോദിക്കുന്ന പർപ്പിൾ കളറുണ്ടോ എന്ന്, ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം കളർ തന്നെ ഞാൻ വിചാരിച്ചു. കാരണം ഇവിടെ എൻ്റെ പൊന്നോ, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാട്ടോ, ഫസ്റ്റ് ഫ്ലോർ മാത്രം. അത് അവിടെ എനിക്ക് തോന്നുന്നു ഗേൾസൊന്നും ഇല്ല അവിടെ. ജസ്റ്റ് ഈ ഡെസ്ക്, ബെഞ്ച്, അവരുടെ വേസ്റ്റ് ഐറ്റം, ഒരു സ്റ്റോർ റൂം പോലെ ഇട്ടേക്കുക. പിന്നെ എന്തൊക്കെയോ ഇവരുടെ കുറേ സാധനങ്ങൾ, അതായത് ഹോസ്റ്റലിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ബ്ലൂ കളർ. അപ്പോൾ ഞാനിങ്ങനെ മോപ്പ് എടുക്കാൻ പോയപ്പോൾ അടിച്ച് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാലൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കേട്ടോ. പക്ഷേ ഉണ്ടായിട്ട് തരാത്തയാണോ, അല്ല ഉണ്ടായിട്ട് അടിക്കാത്തതാണോ അതോ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ചിലപ്പം തീർന്നു കാണും. ചെറിയ ബോട്ടിലും എല്ലാവരെയും വാങ്ങിച്ചത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനെന്തോ നമ്മുടെ ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. പിന്നെ എന്താ, അപ്പം ഞാനിനി ഫ്രഷ് ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാത്രി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ചപ്പാത്തിയും കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഇട്ട കറിയും പിന്നെ ചോറിന് സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനാണെങ്കിൽ കിടന്നപ്പം ഒരു 7 മണി ഓക്കെ. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ, അല്ല ഒരു 7:30 കറക്റ്റ് ഞാൻ 7:30 കിടന്നു കേട്ടോ. 8:30 ഞാൻ അലാറം വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ ഞാൻ എഴുന്നേറ്റിട്ടോ. ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ കിടന്ന് നല്ല ഭയങ്കരമായിട്ട് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ഞാൻ എനിക്ക് കാലുവേദനയൊക്കെ എടുത്തിട്ട് ഞാൻ തിരിഞ്ഞും കിടക്കുന്നു കേട്ടോ. അപ്പം അഞ്ജലി എന്നെ വിളിച്ചില്ല കേട്ടോ. അത് വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാത്തൊരു കൊച്ചാണ്.
അപ്പം തുഹീന ഡിമാർട്ടിൽ പോയിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പം പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഞാൻ കഴിച്ചിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ ഞാനൊരു 9:45 ഇപ്പോൾ ഒരു 9:45 ആയപ്പോഴത്തേക്ക് അവൾ എന്നോട് ചോദിച്ചു. ഞാനിങ്ങനെ ഇങ്ങനെ ഉറക്കത്തിൽ തന്നെ ഉണ്ടോ. അപ്പോഴും ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കില്ല. ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചു ഡിന്നർ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ ഇല്ല. അവിടെ പെട്ടെന്ന് സമയം നോക്കുമ്പോൾ 9:45 കേട്ടോ. പിന്നെ ഞാൻ പോയി കഴിച്ചിട്ട് പെട്ടെന്ന് വന്നു 10 മണിയായി ഗൈസ്. അയ്യോ, ഞാൻ കുറച്ചും കൂടെ കിടന്നുറങ്ങിയാണെങ്കിൽ കൊണ്ടേടെ പാതിരാത്രി വിശന്ന് പട്ടാൻ തുടങ്ങി. ഞാൻ കഴിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ വീട്ടിൽ വിളിക്കട്ടോ. ഞാൻ ഇന്ന് 9 മണിയാകുമ്പോൾ കോൾ ചെയ്യണം. ഞാനിന്ന് കോൾ അറിഞ്ഞിട്ട് ഇങ്ങോട്ടും കോൾ വന്നില്ല. ചിലപ്പോൾ 10 മണി വരെ വെയിറ്റ് ചെയ്തായിരിക്കും. എന്താ അറിയത്തില്ല. എന്തായാലും പോയി വീട്ടിലൊക്കെ വിളിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. ഇനി ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഉറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോയി വീട്ടിലൊക്കെ വിളിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഉറക്കം വരില്ലായിരിക്കും കേട്ടോ. പക്ഷേ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കിടന്നപ്പോഴത്തേക്കും ഉറക്കം വന്നു. പിന്നെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടല്ലോ. നമ്മളിന്ന് നല്ല ട്രാവലൊക്കെ ചെയ്തില്ലേ. ഒരുപാടല്ല എന്നാലും ചെയ്തിട്ട് അപ്പം നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ പോയി കിടന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഫോണിൽ നോക്കി കിടന്നു കേട്ടോ. വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കിടന്നു. എന്നിട്ട് ഞാനും ഉറങ്ങും. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം നമ്മുടെ വീക്ക് ഇൻ മൈ ലൈഫിലെ ലാസ്റ്റ് ഡേ ആണ്, ഡേ 8 ആണ്. അപ്പം ഞാൻ അത് തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നല്ലേ വീഡിയോ എടുത്തേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എവിടെയോ ഉള്ളതെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.